നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ പൂക്കയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റും കൈവരിയും ഇടിച്ച് തകർത്തു. താനൂർ ചിറക്കലിൽ വാഹനാപകടം. MP അബ്ദുസമദ് സമദാനിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നിറമറുദൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി പ്രവർത്തകർ പ്രകടനം നടത്തി. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ യുവാവ് മരണപ്പെട്ടു. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിൽ സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. സഖ്യം തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ തിരൂരിൽ പ്രകടനം നടത്തി. വിശദമായ വാർത്തകൾ. തിരൂർ പൂക്കയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇലക്ട്രിക് പോസ്റ്റും കൈവരിയും ഇടിച്ച് തകർത്തു. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് മരവുമായി വരികയായിരുന്ന ചരക്ക് ലോറി ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റും നടപ്പാതയിലെ കൈവരിയും ഇടിച്ചു തകർത്തത്. തിരൂർ പൂക്കയിലാണ് സംഭവം. നടപ്പാതയിലെ കൈവരി തകർന്നതോടെ കാൽനടയാത്രക്കാർക്ക് ഇതുവഴിയുള്ള യാത്രയും തടസ്സപ്പെടും. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സമീപ പ്രദേശമായ നടുവിലങ്ങാടിയിൽ സമീപ ദിവസങ്ങളിലായി നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. വെട്ടം ന്യൂസ്, തിരൂർ. താനൂർ ചിറക്കലിൽ വാഹനാപകടം. ലോറിയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വന്ന ലോറി ബസ്സിനെ മറികടക്കുന്നതിനിടെ ബസ്സിൽ തട്ടി നിയന്ത്രണം വിട്ട് തിരൂർ ഭാഗത്തുനിന്ന് വന്ന കണ്ടെയ്നർ ലോറിയെ ഇടിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7:15-നാണ് അപകടം നടന്നത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. വെട്ടം ന്യൂസ്, താനൂർ. പൊന്നാനി ലോക്സഭാ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നിരമറുദൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി പ്രവർത്തകർ പ്രകടനം നടത്തി. മങ്ങാടങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. P. ഇസ്മായിൽ, കുന്നുമ്മൽ ദാസൻ, KM നൌഫൽ, ഷെരീഫ് ചാരത്ത്, മുസ്തഫ പൊക്ലാത്ത്, അക്ബർ ഉണ്ണിയാൽ, ഹനീഫ് മാസ്റ്റർ, KP കോയമോൻ, മോഹനൻ, ആരിഫ് കാളാട്, കൃഷ്ണൻ നമ്പൂതിരി, CP സഹദുള്ള, KK ഷെരീഫ്, മുനീറ മാടമ്പാട്ട്, ആബിദ പുളിക്കൽ, ഷിർഹാബ് പോലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. മങ്ങാട് നിന്ന് ആരംഭിച്ച പ്രകടനം പഞ്ചാരമൂലയിൽ സമാപിച്ചു. വെട്ടം ന്യൂസ്, നിറമരുദൂർ. KSRTC ബസ്സിൽ യാത്ര ചെയ്യവേ യുവാവ് മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം.
പൊന്നാനി സ്വദേശി രാഹുലാണ് മരണപ്പെട്ടത്. പൊന്നാനിയിൽ നിന്നും തിരൂരിലേക്ക് KSRTC ബസ്സിൽ വരികയായിരുന്ന രാഹുൽ നരിപ്പറമ്പ് ഭാഗത്തെത്തിയപ്പോൾ ബസ്സിൽ ഛർദ്ദിക്കുകയും അവശനാവുകയുമായിരുന്നു. ബസ്സിലെ യാത്രക്കാരനായിരുന്ന ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി ഉടൻ തന്നെ ആലത്തിയൂരിലെ ഇമ്പിച്ചിവാവ സഹകരണ ആശുപത്രിയിലേക്ക് KSRTC ബസ്സിൽ തന്നെ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അപസ്മാരബാധിതനായിരുന്ന യുവാവ് അസുഖം കാരണം മറ്റു ജോലികൾക്കൊന്നും പോകാറില്ലായിരുന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഇന്റർവ്യൂവിനു വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. വെട്ടം ന്യൂസ്, തിരൂർ. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിൽ സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർക്കും വിദ്യാർത്ഥികൾക്കും പരിക്ക്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ ഒരു വശത്തു നിന്ന് ചെറിയ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. തല കീഴായി മറിഞ്ഞ വാൻ മരത്തിൽ തട്ടി നിന്നു. പരിക്കേറ്റവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക വിവരം. വെട്ടം ന്യൂസ്, മലപ്പുറം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ തിരൂരിൽ പ്രകടനം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. തൃക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര ഭാഗത്തു നിന്ന് ആരംഭിച്ച പ്രകടനം പുങ്ങോട്ടുകുളം താഴെപ്പാലം ഭാഗങ്ങൾ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. N. അനിൽകുമാർ, മനോജ് പാറശ്ശേരി, ഗീതാ മാധവൻ, രമ ഷാജി, അഡ്വക്കേറ്റ് MK ജയശങ്കർ, V. ഭരതൻ, ഉദയേഷ് മണമൽ, ശശി കറുകയിൽ, രമണി തുമരക്കാവ്, അനീഷ് കുറ്റിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.